എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന യൂണിറ്റിന്റെ പ്രവേശകമാണ്. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത നോവലിസ്റ്റ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്രവേശകമായി തന്നിരിക്കുന്നത്. ഖസാക്കിലുള്ള ഏക അധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായെത്തുന്ന രവിയുടെ ആദ്യത്തെ ക്ലാസ്സാണ് പാഠഭാഗം. തനിക്ക് പരിചയമില്ലാത്ത കുട്ടികളുമായി അടുപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാകണം രവി കഥ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞാമിന രവിയോട് സംസാരിക്കുന്നുണ്ട്. ആരും ചാകാത്ത കഥ പറയണമെന്നാണ് അവളുടെ ആവശ്യം. അത് കേട്ട് രവി ചിരിക്കുകയും തുടർന്ന് കഥ പറയാൻ ഒരുങ്ങുകയും ചെയ്യുന്നതാണ് പ്രവേശകത്തിലുള്ളത്. ഇവിടെ പഠന പ്രവർത്തനമായി നൽകിയിട്ടുള്ളത് കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക. ചർച്ചാക്കുറിപ്പ്. വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ വികാരങ്ങൾ ആഴത്തിൽ പ്രകടിപ്പിക്കാൻ ഭാഷയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടെന്ന് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. ഒരു കഥയോ അനുഭവമോ സാധാരണമായി വിവരിക്കുക എന്നതിലുപരി അത് അനുസ്മരണീയവും ഹൃദയസ്പർശിയുമായിരിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ഭാഷ വേണം. അതാണ് മാതൃഭാഷ. ഖസാക്കിന്റെ ഇതിഹാസം പോലുള്ള കൃതികൾ ഈ ആശയം തെളിയിക്കുന്നു. അവയുടെ ഭാഷ വികാരങ്ങളുടെ സമ്പുഷ്ട രൂപവുമാണ്. ആയതിനാൽ ആശയ കൈമാറ്റം ചെയ്യാൻ മാത്രമല്ല, മനുഷ്യന്റെ വികാരങ്ങൾ തുറന്നു കാട്ടുവാനും ഭാഷയും മാതൃഭാഷയും അനിവാര്യമാണ്.